നമുക്കറിയാം കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തൃശ്ശൂരാണ്. ഇപ്പോൾ കെ മുരളീധരൻ, ടി എം പ്രതാപന് പകരം കെ മുരളീധരൻ കൂടി ഈ ഒരു മത്സരത്തിലേക്ക് വരുന്നതോടെ കളം മാറുകയാണ്. കാരണം ബി ജെ പിയിലേക്ക് പത്മജ ചുവടുമാറിയതോടെ കോൺഗ്രസിനുണ്ടായ ഒരു ക്ഷീണം അത് മുരളീധരനെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയാക്കിയുള്ള മാസ്റ്റർ സ്ട്രോക്ക് കൊണ്ട് കോൺഗ്രസ് മറികടക്കുകയാണ്. നമുക്കറിയാം കെ കരുണാകരന്റെ ലെഗസി അവകാശപ്പെടാൻ കഴിയുന്ന കെ മുരളീധരന് തൃശ്ശൂരിൽ ഉള്ള ഒരു സ്വീകാര്യത വളരെ വലുതാണ്. അത് രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും സാമുദായികമായിട്ടും എല്ലാ മേഖലകളിലും കെ മുരളീധരന് തൃശ്ശൂരിൽ ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് നേതൃത്വത്തിനുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് DCCക്ക് മുമ്പിലാണ്. എനിക്ക് പിന്നിൽ കാണാം അദ്ദേഹത്തിൻ്റെ ഫ്ലക്സുകൾ. വടകരയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ഫ്ലക്സുകളൊക്കെ ഇവിടേക്ക് തൃശ്ശൂരിലേക്ക് എത്തിച്ച് കഴിഞ്ഞു. കുറെ കൂടി വരാനുണ്ട്. ഇതിൽ നമുക്ക് കാണാം കടത്തനാടിൻ്റെ വികസന നായകൻ. വടകര ഉൾപ്പെടുന്നത് കടത്തനാടിലാണല്ലോ. അത്തരത്തിൽ എഴുതിയ പക്ഷേ അവിടെ പകരം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം പുതിയ മണ്ഡലത്തിന്റെ പേര് ഒട്ടിച്ച് അത്തരത്തിൽ അവിടെ ഉപയോഗിക്കാൻ വെച്ച ഫ്ലക്സുകളൊക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഫ്ലക്സുകൾ വരാനുണ്ട്. ബോർഡും ബാനറുകളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു, ചുമരെഴുത്തുകളും തുടങ്ങിക്കഴിഞ്ഞു. അതായത് തൃശ്ശൂരിലെ കോൺഗ്രസ് നേതൃത്വം 2 ദിവസത്തെ, അതായത് പത്മജയെ BJPയിലേക്ക് മാറിയപ്പോഴുണ്ടായ ഒരു വലിയ ഞെട്ടൽ, ഒരു വലിയ പ്രതിസന്ധി, അതിനെ കെ മുരളീധരനിലൂടെ തന്നെ മറികടക്കുകയാണ്.